CPIM ഭരിക്കുന്ന ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസം പാസായി. 4 CPIM അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. CPIM വിമത നേതാവ് രാജേന്ദ്രകുമാറിനെ പുറത്താക്കാനാണ് ഭരണം അട്ടിമറിച്ചത്. 25 വർഷമായി CPIM തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഭരണം നഷ്ടമായത്. ആകെ 13 അംഗങ്ങളിൽ 8 പേർ അവിശ്വാസത്തെ പിന്തുണച്ചു. CPIMുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും 300ഓളം പേർ CPIM വിട്ട് CPIയിൽ ചേർന്നുവെന്നും രാജേന്ദ്രകുമാർ പിന്നീട് പറഞ്ഞു. CPIMുമായിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. മാനസികമായി 6 മാസം മുമ്പ് അവസാനിപ്പിച്ചതാണ്. എന്താണതിന് അടിസ്ഥാനപരമായ കാരണമെന്ന് വളരെ കൃത്യമായി ഞാൻ നിങ്ങളോടൊക്കെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഒരു കാരണവശാലും CPIMൽ നിൽക്കാൻ കഴിയില്ല, അവർ നിർത്തില്ല, പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPIM വിട്ടത്. സാങ്കേതികമായി ഞങ്ങൾ ചുറ്റിയരിവാൾ നക്ഷത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ തുടർന്നു. ഇതിനു മുമ്പേ രാജിവെച്ച് CPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞതാണ്. തൽക്കാലം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിമത നേതാവിനെ പുറത്താക്കാനാണ് കോൺഗ്രസിനൊപ്പം CPIM ആലപ്പുഴയിൽ രാമങ്കരിയിൽ ചേർന്നത്. രാമങ്കരി പഞ്ചായത്ത് എന്നത് ഒരു CPIM കോട്ടയാണ്. 2.5 പതിറ്റാണ്ടായി പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത്. CPIയിലേക്ക് പോയിരിക്കുന്നു രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? അവിടെ പാർട്ടിയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കും? CPI ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണവും ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ തൊട്ടു പിന്നാലെ. വിജയകുമാർ, കഴിഞ്ഞ 1.5 വർഷമായി കുട്ടനാട്ടിൽ കടുത്ത വിഭാഗീയതയാണ്. തങ്ങൾക്കെതിരെ നിൽക്കുന്ന, അതായത് ഔദ്യോഗിക വിഭാഗത്തിനെതിരെ നിൽക്കുന്ന ഒരു വിമത പക്ഷത്തെ പുറത്താക്കാൻ, അല്ലെങ്കിൽ അവരെ അപ്രസക്തരാക്കാനുള്ള നീക്കങ്ങൾ 2 വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാടകീയ നീക്കങ്ങൾക്കാണ് ഇന്ന് വലിയ തുടക്കമായിരിക്കുന്നത്. അതായത് 25 വർഷമായി, 1/4 നൂറ്റാണ്ടായി പാർട്ടി കോട്ടയിൽ CPIM ഭരിക്കുന്ന രാമങ്കരി പഞ്ചായത്തിൽ ഒരു വിമത നേതാവിനെ, വിമതപക്ഷത്തിനെ പുറത്താക്കാൻ കോൺഗ്രസുമായി തന്നെ ഒരു ബാന്ധവം, ഒരു കൂട്ടുകെട്ട് രൂപീകരിച്ചുകൊണ്ട് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആ ഭരണം തന്നെ അട്ടിമറിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. 4 അംഗങ്ങൾ, അതായത് 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 2 ബ്രാഞ്ച് അംഗങ്ങളടക്കം 4 CPIMൻ്റെ അംഗങ്ങളാണ് കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. 8 അംഗങ്ങൾ, അതായത് 13 അംഗങ്ങളിൽ 9 CPIM അംഗങ്ങളിൽ 4 പേർ, 5 പേർ രാജേന്ദ്രകുമാറിൻ്റെ പക്ഷത്ത്, വിമത പക്ഷത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്ന ആളുകളാണ്. ആ 5 പേരും CPIയിൽ ചേർന്നിട്ടുണ്ട്. ബാക്കി അവശേഷിക്കുന്ന 4 പേരും, ഒപ്പം തന്നെ UDFലെ 4 കോൺഗ്രസ് അംഗങ്ങളും കേരള കോൺഗ്രസ് ജോസഫിലെ ഒരു അംഗവും ചേർത്ത് 8 അംഗങ്ങളാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് അത് പാസ്സായി രാജേന്ദ്രകുമാർ രാജിവെക്കേണ്ട സാഹചര്യത്തിൽ കൂടി എത്തിയത്. വലിയ വിമർശനങ്ങൾ രാജേന്ദ്രകുമാർ ഇതിനുശേഷം രാജി സമർപ്പിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു ഡീലിൻ്റെ ഭാഗമാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടനാട്ടിലടക്കം വലിയ വോട്ട് ചോർച്ച പാർട്ടിക്കുണ്ടാകും. ഒപ്പം തന്നെ ഇവിടെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും CPIയുമായി ചില ധാരണയുണ്ട്. കരാറിൻ്റെ ഭാഗമായ ആദ്യ നടപടി, 2ാമത്തെ നടപടിയാണ് തന്നെ പുറത്താക്കുക എന്നുള്ള നീക്കം. അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാജേന്ദ്രകുമാർ ഉയർത്തി. രാജേന്ദ്രകുമാർ പിന്നീട് രാജിവെച്ച് പുറത്തേക്ക് വന്ന സമയത്ത് CPIയുടെ 100 കണക്കിന് പ്രവർത്തകർ അഭിവാദ്യവുമായി രാജേന്ദ്രകുമാറിനെ വരവേറ്റു. പിന്നീടാണ് CPIയുടെ നിലപാടറിയിച്ചുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് തൻ്റെ നിലപാട് പറഞ്ഞത്. അതായത് ഒരു മുന്നണി സംവിധാനത്തിന് വേണ്ടി, നിലപാടിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം പോലും വലിച്ചെറിഞ്ഞ പാരമ്പര്യമാണ് CPIക്കുള്ളത്. പക്ഷേ CPIM ആ ഒരു ധാർമ്മികത സൂക്ഷിച്ചില്ല. ഉള്ളിലുണ്ടായിരുന്ന ഭിന്നതയുടെ പേരിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് വലിയ അട്ടിമറി നീക്കം നടത്തിയിരിക്കുന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം CPI ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ CPM ഔദ്യോഗികമായി നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചുകൊണ്ടുള്ള നീക്കമല്ല എന്നാണ്. പക്ഷേ നിലവിൽ ലോക്കൽ കമ്മിറ്റിയുടെ പ്രതികരണം, രാമങ്കരി ലോക്കൽ കമ്മിറ്റിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആ 3 അംഗങ്ങളും 4 അംഗങ്ങളും ഈ രീതിയിൽ ഈ പ്രമേയത്തെ പിന്തുണച്ചത് അവരുടെ വികാരമായിരിക്കാം. അതിന് പാർട്ടി ഔദ്യോഗികമായി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ അവിശ്വാസ പ്രമേയം അവതരണത്തിന് ശേഷം 20-ാം തീയതിക്ക് മുൻപ് മാത്രം ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം നൽകിയാൽ മതി. ഒപ്പം തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി നാസർ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ 4 അംഗങ്ങൾക്കും എങ്ങനെ കൃത്യമായ അവിശ്വാസ നടപടികൾ പങ്കെടുക്കാം എന്നതടക്കമുള്ള
കാര്യങ്ങൾ നിർദ്ദേശം നൽകിയതായിട്ട് എൻ്റെ ഓഡിയോ ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിന് ഇനി പരസ്യമായി ഈ 4 അംഗങ്ങൾ ഈ കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. വരുന്ന ദിവസങ്ങളടക്കം ഇനി 2 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ പഞ്ചായത്ത് ഭരണം വരും. 25 വർഷം CPIM ഭരിച്ച പഞ്ചായത്ത് ഇനി അത് കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് എത്തും. ഇനി 1.5 വർഷം കൂടി UDF ഭരിക്കാം. അതുകൊണ്ട് തന്നെ അടുത്ത നടപടികൾ എന്താകും? രാജേന്ദ്രകുമാർ CPIയിൽ എന്ത് സ്ഥാനമായിരിക്കും നൽകുക? മറ്റു നടപടികൾ, ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഈ 4 CPIM അംഗങ്ങൾക്കെതിരെ എന്ത് നടപടിയായിരിക്കും ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ നേതൃത്വം സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത്. വിജയകുമാർ, CPIMുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നും 300ഓളം CPM പ്രവർത്തകർ CPIയിൽ തന്നോടൊപ്പം ചേർന്നു എന്നുമാണ് R രാജേന്ദ്രകുമാർ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇനി ആ പഞ്ചായത്ത് 2.5 പതിറ്റാണ്ട് CPIM ഭരിച്ച പഞ്ചായത്ത് അത് കോൺഗ്രസിന് UDF ഭരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച CPM അംഗങ്ങൾക്കെതിരെ പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നതും അറിയേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാം. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.